എല്ലാവർക്കും നമസ്കാരം. ടീസ് ഫ്രം ഹാർട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പ്രിയപ്പെട്ട NAS+2 വിദ്യാർത്ഥികളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം ശ്രീലേഖ ടീച്ചർ. ഇന്ന് നിങ്ങളോടൊരു പ്രധാനപ്പെട്ട കാര്യം, അതായത് TMA കുറിച്ച് ഒരു കാര്യം സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അതിനു മുമ്പായി നമുക്കറിയാം 2024 ഏപ്രിലേക്കുള്ള എക്സാം വന്നെത്തി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഇനി ആരെങ്കിലും NAS+2 അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ 2024 ഒക്ടോബറിലേക്കുള്ള അഡ്മിഷൻ വളരെ കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ. അഡ്മിഷൻ ക്ലോസ് ചെയ്യാറായിട്ടുണ്ട്. ആരെങ്കിലും പഠിക്കാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അഡ്മിഷൻ എടുക്കുക. ഓക്കെ, ഇനി ഒരുപാട് കുട്ടികളുടെ സംശയമാണ് എന്തെന്ന് പറയുന്നത്, എന്താണ് TMA, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് ടീച്ചറെ ഈ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്നത്, അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ എന്താണ് പ്രശ്നം, അല്ലെ? ഇങ്ങനെ കുറേ പേരുടെ സംശയം. അപ്പോൾ അതിനുള്ളൊരു റിപ്ലൈ ആണ്, അല്ലെങ്കിൽ എല്ലാവരും പലർക്കും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും നമ്മൾ എന്ത് ചെയ്യുക, ഒരു വീഡിയോയിലൂടെ അത് പറയുകയാണെങ്കിൽ ഒരുപാട് പേർക്ക് പ്രയോജനപ്രദമാകുമെന്ന് കരുതി. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ് നമ്മുടെ ചാനലിൻ്റെ വിജയം. അപ്പോൾ എന്താണ് TMA എന്ന് പറയുന്നത്? ഇപ്പോൾ 2024 ഏപ്രിൽ മുതൽ നമുക്ക് NASന്റെ ഭാഗത്തു നിന്ന്, അതായത് ഹിസ്റ്ററി, ഇപ്പോൾ നിങ്ങൾക്ക് 32 ചാപ്റ്റർ പഠിക്കണമെന്ന് വിചാരിക്കൂ. ആ 32 ചാപ്റ്ററിൽ ഏകദേശം 22ഓളം ചാപ്റ്റർ പഠിച്ചാൽ മതി. ബാക്കി 10 ചാപ്റ്റർ എന്തിലോട്ട് പോയിട്ടുണ്ട്, നമ്മൾ TMAയിലേക്ക്. പിന്നെ എന്താണ് ഈ TMA എഴുതുന്നത്? ഏതൊക്കെ ചാപ്റ്റർ ആണോ നമ്മൾ TMAയിലേക്ക് മാറ്റപ്പെട്ടിട്ടുള്ളത്, അത് നമുക്ക് എന്ത് ചെയ്യണ്ട, എക്സാമിന് വേണ്ടി പഠിക്കേണ്ട. TMA അഥവാ അസൈൻമെന്റ് രണ്ടും ഒന്ന് തന്നെയാണ്, ട്യൂട്ടർ മാർക്ക്ഡ് അസൈൻമെന്റ്. ഇത് എഴുതുന്നത് കൊണ്ടുള്ള നേട്ടം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം NASൽ നിങ്ങൾക്ക് പാസ്സാവാനായിട്ട് 33 മാർക്ക്. ഇത് ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. എന്നാലും ഒരുപാട് പേരുടെ സംശയം കൊണ്ടാണ് വീണ്ടും ഇങ്ങനൊരു വീഡിയോ ചെയ്യേണ്ടി വരുന്നത്. 33 മാർക്കാണ് നമുക്ക് പാസ്സാകാനായിട്ട് വേണ്ടത്. ആ 33 മാർക്കിൽ TMA സബ്മിറ്റ് ചെയ്തിട്ടുള്ള ഏതൊരു സ്റ്റുഡൻറ്റിനും 6 മാർക്ക് എന്ത് ചെയ്യുന്നു, 6 മാർക്കല്ല 7 മാർക്ക് NASന്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് ലഭിക്കും. മനസ്സിലായല്ലോ? 33 മാർക്ക് നിങ്ങൾ എഴുതി വാങ്ങണം. പക്ഷേ നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് 7 മാർക്ക് എന്ത് ചെയ്യുന്നു, നിങ്ങൾ എങ്ങനെ ഇനി നീറ്റ് അല്ലാതെ എഴുതിയാൽ പോലും എന്താണ്, നിങ്ങൾക്ക് നല്ല എങ്ങനെയെങ്കിലും നിങ്ങളൊന്ന് TMA സബ്മിറ്റ് ചെയ്താൽ മാത്രം മതി, നിങ്ങൾക്ക് 7 മാർക്ക് ലഭിക്കും. അപ്പോൾ നിങ്ങൾ എഴുതി 26 മാർക്ക് വാങ്ങിയാൽ മതിയാകും. മനസ്സിലായില്ലേ? അതേസമയം TMA സബ്മിറ്റ് അതുപോലെ തന്നെയാണ്. നമ്മുടെ മാർക്ക് ലിസ്റ്റ്, നമ്മുടെ റിസൾട്ടൊക്കെ വന്ന് മാർക്ക് ലിസ്റ്റൊക്കെ കൈ കിട്ടുമ്പോൾ നിങ്ങൾ 20 മാർക്കിനാണ് TMA എങ്കിൽ 20 മാർക്കിനാണ് നിങ്ങളൊരു 18 മാർക്ക് നിങ്ങൾക്ക് എഴുതി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാർക്കിനോടൊപ്പം ആഡായി വരികയും ചെയ്യും. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. TMA സബ്മിറ്റ് ചെയ്യുന്നത് കൊണ്ട് മാത്രം 7 മാർക്ക് ജയിക്കുന്നതിന് വേണ്ടി പരിഗണിക്കും. ഒരുപക്ഷെ അത് നിങ്ങൾക്ക് ഞാൻ 2 ഉദാഹരണത്തിലൂടെ പറഞ്ഞു തരാം. കാരണം കഴിഞ്ഞ തവണ എക്സാം എഴുതിയ 2 കുട്ടികൾ, അവരുടെ 2 സ്റ്റുഡൻസിന്റെ മാർക്ക് ലിസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. 26 മാർക്ക് മിക്ക സബ്ജക്റ്റിന് 26, 27, 30 ഇങ്ങനെ വാങ്ങിയ ഒരു വ്യക്തി TMA സബ്മിറ്റ് ചെയ്യാത്തത് കൊണ്ട് മാത്രം തോറ്റുപോയി. അതുപോലെ തന്നെ 26, 27 ഇങ്ങനെ മാർക്ക് വാങ്ങിയ ഒരാൾ TMA സബ്മിറ്റ് ചെയ്തത് കൊണ്ട് പാസ്സാവുകയും ചെയ്തു. 2 പേരുടെ മാർക്ക് ലിസ്റ്റ് കൂടി കാണിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്കത് പറഞ്ഞു തരാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള ഒരുപാട് ക്ലാസ്സുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും അഡ്മിഷൻ എടുക്കാൻ, NAS+2 അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് ടീച്ചറിൻ്റെ നമ്പർ കൊടുക്കുക, നമ്മുടെ അടുത്തേക്ക് തന്നെ പറഞ്ഞു വിടുക. നിങ്ങൾക്ക് എപ്പോൾ എന്ത് ഡൗട്ട് ക്ലിയർ ചെയ്യാനും വിളിക്കാവുന്നതാണ്. അത് നമ്മുടെ സ്ഥാപനത്തിൽ അഡ്മിഷൻ എടുത്തവർക്കെന്ന് മാത്രമല്ല, ആർക്കായാലും NAS+2 പഠിക്കുന്ന എൻ്റെ വിദ്യാർത്ഥികൾക്ക് ആർക്ക് വേണോ എന്ത് ഡൗട്ട് ക്ലിയർ ചെയ്യാനായാലും എപ്പോഴും വിളിക്കാം. വിളിച്ചാൽ ഒരുപക്ഷെ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. എന്താണ്, ഞാൻ തന്നെ ആയിരിക്കും കോൾ അറ്റൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ തന്നെ ആയിരിക്കും റിപ്ലൈ തരിക. അതിലൊന്നും ഒരു മാറ്റവും വരുന്നില്ല. അതുപോലെ തന്നെ അഡ്മിഷൻ എടുക്കുന്നവരായാലും നമ്മൾ ഒരിക്കലും നിങ്ങൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങളുമായിട്ടൊരു കോണ്ടാക്റ്റ് ഇല്ലാതിരിക്കില്ല. എപ്പോൾ വേണോ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഏപ്രിലേക്ക് പഠിക്കേണ്ടുന്നവർ പഠിക്കുക, ഒക്ടോബറിലേക്ക് അഡ്മിഷൻ എടുക്കാനുള്ളവർ അഡ്മിഷൻ എടുക്കുക. നമ്മൾ എന്താണ് പറഞ്ഞത്? TMA സബ്മിറ്റ് ചെയ്യേണ്ടുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അല്ലേ? ഞാൻ നിങ്ങളെ ഒരു ഉദാഹരണ സഹിതം, ഞാൻ ആ സ്റ്റുഡൻറ്റിൻ്റെ പേരോ ഒന്നും കാണിക്കുന്നില്ല, പക്ഷേ നിങ്ങൾക്കിത് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ടാണ്. നോക്കുക, നിങ്ങൾ ഇതിൽ TMA എന്നുള്ളിടത്ത് AB ആബ്സെൻ്റ് ആണല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ TMA സബ്മിറ്റ് ചെയ്തിട്ടില്ല.
അവിടെ എന്താണ് സംഭവിച്ചതെന്ന് നോക്കി. ഇംഗ്ലീഷിന് 30 മാർക്ക്, സോഷ്യോളജി 30 മാർക്ക്, പൊളിറ്റിക്കൽ സയൻസ് 29 മാർക്ക്, ഹിസ്റ്ററി 28, മലയാളം 27, ഡാറ്റ എൻട്രി നമ്മൾ ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഈ 5 സബ്ജക്റ്റ് മതി നമുക്ക്. ഈ 5 സബ്ജക്റ്റിൽ ഒന്നിൽ പോലും ഈ സ്റ്റുഡൻറ്റിന് എന്തില്ല, 26 മാർക്കിൽ കുറവില്ല. അതായത് TMA സബ്മിറ്റ് ചെയ്തിരുന്നുവെങ്കിൽ ഈസി ആയിട്ട് പാസ്സായേനെ. അത് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇങ്ങനൊരു വീഡിയോ ചെയ്യാം അല്ലെങ്കിൽ ഈ ഉദാഹരണം കാണിക്കാമെന്ന് വിചാരിച്ചത്. ഇംഗ്ലീഷിന് 30 മാർക്ക് TMA കൂടി സബ്മിറ്റ് ചെയ്തിരുന്നെങ്കിൽ പാസ്സാവുമായിരുന്നേ. അതുപോലെ സോഷ്യോളജി ഓരോ സബ്ജക്റ്റ് നിങ്ങൾ നോക്കുക. ഇത് നോക്കിക്കഴിഞ്ഞാൽ TMA ഉണ്ടായിരുന്നുവെങ്കിൽ 7 മാർക്ക് ജയിക്കാനായിട്ട് പരിഗണിച്ചേനെ. അങ്ങനെ എന്ത് ചെയ്തേനെ, 26-ന് ഒരെണ്ണം പോലും 26-ൽ കുറവില്ല ഈ 5 സബ്ജക്റ്റുകളിൽ. അപ്പോൾ പാസ്സാകേണ്ടിയിരുന്ന ഒരു സ്റ്റുഡൻറ്റ് TMA സബ്മിറ്റ് ചെയ്യാത്തത് കൊണ്ട് മാത്രം പരാജയപ്പെട്ടു പോയത് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങൾക്കിത് പറഞ്ഞു തന്നത്. ഇനി നമുക്ക് മറ്റൊരു ഉദാഹരണം നോക്കാം. അതായത് TMA സബ്മിറ്റ് ചെയ്തതുകൊണ്ട് പാസ്സായ ഒരാളെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇനി നമുക്ക് മറ്റൊരു സ്റ്റുഡൻറ്റിൻ്റെ മാർക്ക് ലിസ്റ്റ് നോക്കാം. നിങ്ങൾ നോക്കിയേ, മലയാളത്തിന് 40 മാർക്ക് ഓൾറെഡി പാസ്സാണ് അല്ലേ. സോഷ്യോളജി പാസ്സായിട്ടുണ്ട്, ഹിസ്റ്ററി പാസ്സായിട്ടുണ്ട്. ഇംഗ്ലീഷിന് 32 മാർക്കാണ്. പക്ഷേ TMA എല്ലാ സബ്ജക്റ്റിനും TMA സബ്മിറ്റ് ചെയ്തതുകൊണ്ട് എന്ത് ചെയ്തു, 33 മാർക്ക് വാങ്ങിച്ചില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ, പരാജയപ്പെടേണ്ടതാണ്. പക്ഷേ TMA സബ്മിറ്റ് ചെയ്ത ഒരാളിന് 7 മാർക്ക് ജയിക്കാൻ പരിഗണിക്കുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ 26 വാങ്ങിയാലും മതി. 32 വാങ്ങിയത് കൊണ്ട് മാത്രം ആ വിദ്യാർത്ഥി TMA സബ്മിറ്റ് ചെയ്തതുകൊണ്ട് എന്ത് ചെയ്തു, അതുകൊണ്ട് മാത്രം വിജയിച്ചു. പൊളിറ്റിക്കൽ സയൻസ് നോക്കിയേ, അതിന് 28 മാർക്കേ ഉള്ളൂ, 33 ഇല്ല. പക്ഷേ TMA വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് മാത്രം 26 മാർക്ക് വാങ്ങിയാൽ മതി. എന്ത് ചെയ്തു, ജയിച്ചു. നോക്കിയേ നിങ്ങൾ, 28 മാർക്കോ 26 മാർക്കോ അല്ലെങ്കിൽ 32 മാർക്കിൻ്റെയൊക്കെ വില നമ്മൾ 1-2 മാർക്കിനൊക്കെയാണ് ചിലപ്പോൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ പാസ്സാവാണ്ടിരിക്കുന്നതല്ലേ, തോറ്റു പോകുന്നത്. അപ്പോൾ TMA ഉറപ്പായിട്ട് ഇനി വരുന്ന ഒക്ടോബർ ബാച്ച്, അതിന് തുടർന്ന് വരുന്ന ഈ വീഡിയോ കാണുന്ന ഏത് സ്റ്റുഡൻസ് ആയാലും നിങ്ങൾ ഉറപ്പായിട്ട് TMA സബ്മിറ്റ് ചെയ്തിരിക്കണം. ഇപ്പോൾ ഈ സ്റ്റുഡൻറ്റ് TMA സബ്മിറ്റ് ചെയ്തില്ലായിരുന്നു എങ്കിൽ ഒരു പക്ഷേ എന്ത് സംഭവിച്ചേനെ, 2 സബ്ജക്റ്റിന് ഫെയിലായേനെ, ഇംഗ്ലീഷിനും പൊളിറ്റിക്കൽ സയൻസിനും. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ TMA സബ്മിറ്റ് ചെയ്യേണ്ടുന്നതിൻ്റെ പ്രാധാന്യവും ചെയ്യാതിരുന്നാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതും. അപ്പോൾ നല്ലതായിട്ട് പഠിക്കുക, നന്നായിട്ട് നിങ്ങൾ പഠിച്ചു പോവുക. ഒക്ടോബറിലേക്കുള്ള എക്സാമിന് ഒരാൾ പോലും, ഈ വീഡിയോ കാണുന്ന ഒരാൾ പോലും TMA സബ്മിറ്റ് ചെയ്യാതിരിക്കരുത്. അപ്പോൾ നിങ്ങളെ അത് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത്. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു, നന്നായിട്ട് പഠിച്ചാൽ മാത്രം മതി. സിലബസ് മാറിക്കോട്ടെ, എന്ത് സംഭവിക്കട്ടെ, നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, ആത്മവിശ്വാസം കളയാതെ എക്സാം അറ്റൻഡ് ചെയ്യുക. പാസ്സാകുമെന്ന് മാത്രമല്ല, ഉറപ്പായിട്ട് നിങ്ങൾക്ക് 80 മാർക്കിൽ കൂടുതൽ ഉറപ്പായിട്ട് എല്ലാ സബ്ജക്റ്റിനും കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ നോക്കാം, നമുക്ക് നിങ്ങളുടെ ഉത്തരവാദിത്തം നിങ്ങൾ നിറവേറ്റുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്